നമ്മുടെ ആയുധങ്ങളൊക്കെ നമുക്ക് എടുക്കാം. ഒരു കത്രിക, ഒരു കത്തി. കണ്ടോ, നല്ല ഫ്രഷ് അയില കേട്ടോ. മീനൊക്കെ അങ്ങ് ഭയങ്കര വില കേട്ടോ, ഭയങ്കര വില കൂടി മീൻ. അയ്യോ, വലിയ അയില കേട്ടോ ഞാൻ വാങ്ങിച്ചേ. കറി വെക്കാൻ കൊള്ളാം. കട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് കട്ട് ചെയ്യണ്ട, ഞാൻ തന്നെ കട്ട് ചെയ്തോളാന്ന് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യിച്ചെടുത്തേ ഉള്ളൂ. ചാച്ചൻ അവരോട് പറഞ്ഞേ കട്ട് ചെയ്യണ്ട, ക്ലീനാക്കി തന്നായിന്ന് പറഞ്ഞു. ഞാൻ ഈ ചെവളയൊന്നും എടുക്കത്തില്ല കേട്ടോ, ഇതെല്ലാം ഞാൻ നീക്കി കളയും. ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. ഭയങ്കര ചോരയൊക്കെ കട്ട പിടിച്ചിരിക്കുന്നുണ്ട്. ഐഷുപ്പൊന്നിന് ഞാൻ അവിടെ ആക്കിയേക്കുവാണ് കേട്ടോ. അകത്ത് കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്ത് അങ്ങ് ഇരുത്തിയേക്കോളെ. ഞാനിപ്പോൾ വന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഷോപ്പിങ്ങൊക്കെ ഇപ്പം അങ്ങ് വന്നേ ഉള്ളൂ. ഞാൻ പിന്നെ ഇരിക്കാൻ നിന്നില്ല, ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോവും. അതുകൊണ്ട് ഇതൊന്ന് പുരട്ടി വെച്ചിട്ട് പിന്നെ ഇരുന്നാലും കുഴപ്പമില്ല. ഉണ്ടോ, ഞാൻ വെള്ളം തുറന്നിട്ട് കളയല്ലോ കേട്ടോ, ഇത് ക്ലീൻ ചെയ്യുക. ജസ്റ്റ് കണ്ടോ, ഇതിങ്ങനെ ഒന്ന് വയറൊന്ന് കീറിക്കൊടുക്കും. ഇതിൻ്റെ പരിഞ്ഞിലൊന്നും ഞാൻ എടുക്കത്തില്ല കേട്ടോ, അത്ര ഫ്രഷ് പരിഞ്ഞിലൊന്നുമല്ല. ചോരയ്ക്ക് ഇങ്ങ് എടുത്ത് കളയണം, അല്ലെങ്കിൽ കറി കഴിക്കുവേ. എൻ്റെ അടുത്ത് മീൻ നന്നാക്കുന്ന ഒരു വീഡിയോ എടുക്കാവോ എന്ന് ഒരാൾ ചോദിച്ചിരുന്നു കേട്ടോ. പേര് ശരത്ത് എന്ന് പറഞ്ഞൊരു ചേട്ടൻ എന്നോട് ചോദിച്ചിരുന്നു കേട്ടോ, മീൻ നന്നാക്കുന്ന വീഡിയോ ഒന്ന് ചെയ്യാവോ എന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് കാണിച്ചു തരുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് മീൻ നന്നാക്കാറ്. എനിക്ക് കറുത്ത ഒരു സാധനം ഇരിക്കുന്ന ഇഷ്ടമല്ല, ഞാൻ എല്ലാം എടുത്ത് കളയും കേട്ടോ. അത് ഈ ബ്ലഡ് കോട്ടായിട്ടിരിക്കുന്ന മീനിൻ്റെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. സിങ്കിനകത്തോട്ട് പോകാൻ പാടില്ല, സിങ്കിനകത്തോട്ട് പോയാലേ ബ്ലോക്ക് ആവും. ഇനി ഈ മീൻ ഇങ്ങനെ എടുത്തിട്ടേ ഇങ്ങനെ ശരിക്കും ആക്കും. കണ്ടോ, ഇങ്ങനെ ആക്കും കേട്ടോ. രണ്ട് മീനും ആക്കും കത്തി വെച്ചിട്ട്. അയ്യോ, സിങ്ക് ലീക്കായി തുടങ്ങി.
എനിക്കൊരു ഭയങ്കര പണി കിട്ടി കേട്ടോ. മീൻ നന്നാക്കിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് സിങ്ക് ഒന്ന് ബ്ലോക്കായി. അതുകൊണ്ട് ഞാൻ അപ്പുറം ഒരു ബക്കറ്റ് വെച്ചിട്ട് അതിനകത്തോട്ട് കേട്ടോ ഈ മീൻ കഴുകിയിട്ട് വെള്ളം ഒഴിക്കുന്നത്. ഇനി പറമ്പിലെങ്ങാനും കൊണ്ട് കളയാമെന്ന് വിചാരിച്ചാണ്. ഉപ്പിട്ട് നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. ഞാൻ ഈ ഉപ്പെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കുറച്ച് കടല ഉണ്ടായിരുന്നു, അതൊന്ന് വറുത്ത ഉപ്പാണ് കേട്ടോ. അതാണ് മാറ്റി വെച്ചതാണ്. അതിപ്പോൾ മീൻ കഴുകാൻ ഉപയോഗിക്കുവാണേ. ഞാൻ ഉപ്പിട്ട് കഴുകിയതിന് ശേഷമാണ് കേട്ടോ മീൻ കട്ട് ചെയ്യാൻ എടുക്കുന്നത്. ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കഴുകുമല്ല, ഇങ്ങനെ തിരുമ്മിയതിന് ശേഷം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. കാരണം ഇപ്പോൾ ഇത്തിരി ഒന്നും അത്ര ഫ്രഷ് അല്ലാത്ത മീനൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അതല്ലെങ്കിൽ ഇങ്ങനെ ഇറച്ചിയൊക്കെ ഇങ്ങനെ ഉരി പോരാൻ തുടങ്ങുമേ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അതിനുശേഷം ഒന്നുകൂടെ ആ ഉപ്പിലിട്ട് ഒന്നുകൂടെ ഒന്ന് വടിച്ചെടുത്തതിന് ശേഷം ഞാൻ കഴുകിയെടുക്കുകയാണ് ചെയ്യാറ്. പിന്നെ കുത്തനെ പൈപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ മീനിലോട്ട് ഒഴിക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ മീനിൻ്റെ ദശയൊക്കെ ഉരി പോരുവേ. ഇനി പല പ്രാവശ്യമായിട്ട് വെള്ളം മാറ്റി ഇങ്ങനെ കഴുകി കൊടുക്കണം കേട്ടോ. ഒരു 4-5 വട്ടമൊക്കെ നന്നായിട്ട് കഴുകി കൊടുക്കണം. അതിനകത്തുള്ള കറുത്ത ഇതൊക്കെ എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ കറി കഴിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മീൻ നന്നായിട്ട് ഫ്രഷായിട്ട് നല്ലതായിട്ട് കഴുകിയെടുക്കണം, നല്ല വൃത്തിയാക്കി. എന്നാൽ മാത്രമാണ് കറിക്ക് ഒരു ഉളുമ്പില്ലാണ്ടിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ കറി ഒന്ന് ഉളുമ്പായിട്ടിരിക്കും കേട്ടോ. മീൻ നന്നായിട്ട് കഴുകി വാരി കഴിയുമ്പോൾ അതേ കണ്ടോ, ഇതുപോലെ വെള്ളത്തിൽ കരട് ഒന്നും ഉണ്ടാവത്തില്ല. നന്നായിട്ട് കഴുകിയെടുത്ത അയിലയിലോട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി തിരുമ്മി അവിടെ വെക്കുവാണേ. അങ്ങനെ വെക്കുവാണെങ്കിൽ കറിയൊക്കെ ഉണ്ടാക്കാൻ നേരെ ആകുമ്പോഴത്തേനും ഇതെല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ തിരുമ്മി പിടിപ്പിച്ച് വെക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കുരുമുളക് പൊടി ചേർക്കുന്നില്ല. എനിക്ക് മുട്ടനൊരു പണി കിട്ടിയെന്നേ. എൻ്റെ സിങ്ക് ഉണ്ടല്ലോ ബ്ലോക്കായിട്ട് മീനല്ലേ നന്നാക്കിക്കൊണ്ടിരുന്നത്, എനിക്ക് അറിഞ്ഞൂടായിരുന്നല്ലോ. പിന്നെ ഞാൻ ഇത് മൊത്തവും ക്ലീൻ ചെയ്തുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. ആദ്യം എനിക്കത് മനസ്സിലായില്ല സിങ്ക് ബ്ലോക്കാണെന്ന്. കാരണം അടിയിൽ ഞാനൊരു ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഷീറ്റെല്ലാം വെള്ളം ഒബ്സർവ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിങ്ങനെ തണുക്കുന്നു. അപ്പോഴാണ് നോക്കിയപ്പോൾ എൻ്റെ താഴേക്കൂടെ ഇങ്ങനെ വെള്ളം നന്നായിട്ട് ലീക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ടാപ്പ് ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചതിന് ശേഷം അത് കഴുകി മാറ്റി കേട്ടോ. ചാച്ചനാണെങ്കിൽ ആ സമയത്ത് പുറത്തോട്ട് പോകേണ്ടി വന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് ആ ടാപ്പ് തുറന്ന് വിടാനേ പറ്റുള്ളൂ, നന്നാക്കാൻ പറ്റിയില്ല. സിങ്ക് അങ്ങനെ ഓപ്പൺ ആക്കി എടുക്കുക. അതുകൊണ്ട് ഞാൻ തൊട്ടടുത്തൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചാള നന്നാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഒരു തരക്കേടില്ലാത്ത വലിപ്പമുള്ള ചാളയാണ് എടുത്തത്. ചെറിയ ചാള ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അത്ര ചെറിയ ചാളയൊന്നും നന്നാക്കിക്കൊണ്ടിരിക്കാൻ സമയം ഉണ്ടാവാറില്ല. ചെറിയ ചാളയാണ് കേട്ടോ നല്ല ടേസ്റ്റ്, കറിയൊക്കെ വയ്ക്കാൻ നല്ല ടേസ്റ്റ് ചെറിയ ചാളയാണ്. ഇത് പക്ഷെ നെയ്ച്ചാളയാണ്, കുറച്ച് നെയ്മയം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചാള നന്നാക്കുക. എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ചാള നന്നാക്കുന്ന ഒരു വീഡിയോ ഇടാവോന്ന് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മീൻ നന്നാക്കുന്ന ഒരു വീഡിയോ ഇട്ടേണത്. ഞാൻ 2-3 ടൈപ്പിൽ മീൻ നന്നാക്കും കേട്ടോ. ഈ ചാളയൊക്കെ ഞാൻ 2-3 ടൈപ്പിൽ നന്നാക്കും. എളുപ്പം ഏതാണോ, ഇപ്പോൾ കത്രികയും ഈ കത്തി ഉപയോഗിച്ചിട്ടൊക്കെ ആണെങ്കിൽ ആദ്യം കത്രിക ഉപയോഗിച്ചിട്ട് എങ്ങനെയൊക്കെ കട്ട് ചെയ്യാവോ ആ രീതിയിലൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ മീൻ ഇതുപോലെ ചെതമ്പൽ കളയാറുണ്ട് ചില സമയത്ത്. ചിലപ്പോൾ ചെതമ്പൽ കളഞ്ഞിട്ട് ഇതുപോലെ ചെവളയൊക്കെ പറിച്ച് കളഞ്ഞ് അങ്ങനെയും മീൻ നന്നാക്കാറുണ്ട് കേട്ടോ. ചില സമയത്ത് ഞാൻ ആ തല എടുക്കും, പക്ഷെ തലയുടെ മുകളിലൊരു പൂ പോലത്തെ സാധനമുണ്ട്, അത് കട്ട് ചെയ്ത് കളയാറുണ്ട് കേട്ടോ. ചില സമയത്ത് ഞാൻ തലയെ അങ്ങ് വെട്ടിക്കളയാറുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ സമയത്ത് ഓരോരോ രീതിയാണ് എനിക്ക്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു രീതിയൊന്നുമില്ല. എന്നാലും വയറ്റിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് അതിനകത്തുള്ള സാധനങ്ങൾ അഴുക്കൊക്കെ മാറ്റും കേട്ടോ. പിന്നെ അതിനകത്ത് ചെറിയ പരിഞ്ഞിലുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വലിയ പരിഞ്ഞിലൊന്നുമല്ല, ചെറിയ പരിഞ്ഞിലും കിട്ടിയിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീനിൻ്റെ മുട്ടേനെയാണ് കേട്ടോ ഞാൻ പരിഞ്ഞിലെന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ മീൻ്റെ മുട്ടേനെ പരിഞ്ഞിൽ എന്നാണ് പറയാറ്. പരിഞ്ഞിൽ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാൻ ചെറുപ്പത്തിലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പരിഞ്ഞിൽ വറുത്ത് കേട്ടോ. ഞാൻ അങ്ങനെ പല രീതിയിലും ചാളയൊക്കെ കട്ട് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ചെടുത്തൊന്ന് കട്ട് ചെയ്ത് നോക്കി. ഞാനിപ്പോൾ ഈ കട്ട് ചെയ്തതിൻ്റെ ഒന്നും ഞാൻ ചെതമ്പൽ കളഞ്ഞിട്ടില്ല കേട്ടോ. വാലും തലയും വയറും ഒക്കെ വെട്ടിക്കളഞ്ഞു. അതിനകത്ത് ബാക്കിലുള്ള ചിറകൊക്കെ വെട്ടിക്കളഞ്ഞിട്ടേ ഉള്ളൂ. ഇനി ഇതൊന്ന് കഴുകി ഒന്ന് ഉപ്പ് തേച്ചതിന് ശേഷമായിരിക്കും ഞാൻ ഈ ചെതമ്പൽ കളയുക. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ഈ നെയ്ച്ചാളയൊക്കെ ആകുമ്പോൾ കുറച്ച് പതിഞ്ഞിരിക്കുമായിരിക്കും. അപ്പം നമ്മൾ ഒരുപാട് കത്തിയൊക്കെ വെച്ച് അന്ന് കയറി പിടിക്കാൻ നിന്നാൽ അതിൻ്റെ തോലൊക്കെ ഊരിപ്പോരും. എനിക്കത് തീരെ ഇഷ്ടമല്ല കേട്ടോ. തോലിങ്ങനെ ഊരിപ്പോന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കഴിക്കാനൊരു മടിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല അങ്ങനെ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ജസ്റ്റ് എൻ്റെ തലയും വാലും വയറും പിന്നെ ബാക്കിലൊരു ചിറക് പോലത്തെ സാധനമുണ്ട് അത്, പിന്നെ തലയുടെ മുകളിൽ ഒരു പൂ പോലത്തെ ഉണ്ട്, അതും വെട്ടിക്കളയും. അതിന് ശേഷം ഞാൻ ഇതുപോലെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഉരക്കി വിട്ടോ. നല്ലതായിട്ട് ഉരച്ച് തേച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ കത്തി കൊണ്ട് ഈ ചെതമ്പൽ നല്ലതായിട്ട് നീക്കി കൊടുക്കും. എന്നിട്ട് 1, 2, 3 പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം പിന്നെ ഞാൻ നോക്കും ചെതമ്പലുണ്ടോ, അതുപോലെ ബ്ലാക്ക് കളർ അതിൻ്റെ ഉള്ളിൽ ചോര കട്ട് പിടിച്ചിരിക്കുന്നുണ്ടോ. ഇപ്പോൾ കണ്ടോ, ഞാൻ ചെതമ്പൽ കളഞ്ഞിട്ടില്ല ഇതിനകത്ത്. ഇനി വേണം ചെതമ്പൽ കളയാനെ കൊണ്ട്. പക്ഷെ നല്ല വൃത്തിയാക്കി ഇട്ടു കേട്ടോ. ഞാൻ നല്ല വൃത്തിയാക്കിയിട്ട് മാത്രമാണ് ഇങ്ങനെ മീൻ കറി വയ്ക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഉളുമ്പായിരിക്കും കേട്ടോ. ഇനി നിങ്ങളുടെ ഉപ്പ് ഇങ്ങനെ കളയാനില്ല, ഉപ്പ് തീർന്നിരിക്കുകയൊക്കെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, ഗോതമ്പ് മാവ്,
അത് വെച്ചിട്ട് കഴുകും കേട്ടോ. അത് വെച്ച് കഴുകിയാൽ സൂപ്പറായിട്ട് കഴുകി കിട്ടും കേട്ടോ. ഞാനിത് മിനിഞ്ഞാന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ, ഈ നന്നാക്കുന്ന വീഡിയോ ഒക്കെ. പക്ഷേ ഇന്ന് എനിക്ക് പനിയാണ്, അതുകൊണ്ടാണ് എൻ്റെ ശബ്ദം ഭയങ്കരമായിട്ട് വ്യത്യസ്തമായിട്ട് ഇരിക്കുന്നത് കേട്ടോ. എനിക്ക് നല്ല പനിയുണ്ട്, തൊണ്ടവേദനയാണെങ്കിൽ സഹിക്കാൻ വയ്യാത്തൊരവസ്ഥയാണേ. അപ്പോൾ ഇനി മീൻ നന്നാക്കാൻ അറിയില്ല, അയ്യോ അയ്യോ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ആരും ടെൻഷൻ അടിക്കണ്ട. ചാളയൊക്കെ നന്നാക്കാൻ വളരെ എളുപ്പമാണ്. ഇനിയിപ്പോൾ വലിയ മീനാണെങ്കിലും വളരെ എളുപ്പമാണ്. മെയിനായിട്ട് നമ്മൾ മീനിൻ്റെ വൃത്തിയാക്കി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ തലയുടെ ഉള്ളിലുള്ള ആ രണ്ട് മീനിൻ്റെ കവളുകളുണ്ടല്ലോ അത് കളയുക. അതിനകത്തുള്ള ചില മീനിൻ്റെ ഒന്നും അത് കളയത്തുമില്ല കേട്ടോ. ദശയൊക്കെ ഉണ്ടെങ്കിൽ ചില മീനിൻ്റെ ചെവളയൊന്നും കളയത്തില്ല ചില ആൾക്കാർ തല കളയത്തില്ല. പിന്നെ മെയിനായിട്ട് അതിൻ്റെ ഉള്ളിലുള്ളൊരു പൂവൊക്കെ ഉണ്ടല്ലോ, ചുമന്ന കളറിലുള്ള പൂവുണ്ട് തലയുടെ ഉള്ളിൽ, അതെല്ലാം എടുത്ത് കളയണം. പിന്നെ വയറിനകത്ത് മുട്ട ചില സമയത്ത് എടുക്കും, നല്ല ഫ്രഷ് ആയിട്ടുള്ള മുട്ടയാണെങ്കിൽ മാത്രം എടുക്കുക. അതല്ലെങ്കിൽ ആ വയറ്റിൻ്റെ ഉള്ള ആ മുട്ടയും അതുപോലെ തന്നെ ആ ചുമന്ന കളറിൽ കിടക്കുന്ന ആ അഴുക്കും എല്ലാം കളയണം. അതെല്ലാം കളഞ്ഞ് വാലും വെട്ടി വൃത്തിയാക്കണം. അതുപോലെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ചെറിയ പൂ പോലത്തെ ഒരു ചിറകുണ്ടാവും, അതെടുത്ത് കളയണം. അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ ചെറിയ മുള്ളുകൾ, ഇപ്പം അയിലൊക്കെയാണ് സൈഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ മുള്ളുകളൊക്കെ ഉണ്ടാവും, അതെല്ലാം ക്ലീനായിട്ട് വെട്ടി കളയണം കേട്ടോ. ഇതുപോലത്തെ കത്രിക ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ്, ചാളയോ മീനോ എന്ത് വെട്ടാനും ഈസിയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും പാടല്ല, എനിക്ക് മടിയുള്ള സാധനം എന്ന് പറയുന്നത് ചെറിയ ചൂടയുണ്ടല്ലോ, ചെറിയ മീൻ, നത്തോലി എന്നൊക്കെ പറയും. ആ മീനാണ് എനിക്ക് ഏറ്റവും നന്നാക്കാൻ പാടല്ല, എനിക്ക് ഭയങ്കര മടി കേട്ടോ. അത് ചെറിയ മീനല്ലേ, ചെറിയ മീനുകളെല്ലാം നന്നാക്കാൻ എല്ലാവർക്കും മടിയായിരിക്കും. കാരണം കുറേ നേരം നമ്മൾ നിൽക്കണം നന്നാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നന്നാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്കൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ മതി കേട്ടോ. പിന്നെ മീൻ വറക്കാനാണെങ്കിൽ ഞങ്ങൾ എന്തോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരഞ്ഞെടുക്കും കേട്ടോ. നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് വരഞ്ഞെടുക്കാൻ പാടുള്ളൂ. കാരണം വരഞ്ഞതിന് ശേഷം നമ്മൾ ഒരുപാട് നേരം കഴുകിക്കൊണ്ടിരുന്നാൽ അതിനകത്തുള്ള ആ ഇറച്ചി മാംസം എല്ലാം പുറത്തോട്ട് ഇങ്ങനെ പുറത്തോട്ട് പോരും കേട്ടോ. പിന്നെ ഒരുമാതിരിയായി പോവുക, ചളപൊളാന്നായി പോവും. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം വരയിട്ട് കൊടുക്കുക. നല്ലതായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് വരയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് അകലം പാലിച്ച് വരയിട്ട് കൊടുക്കുക. നല്ല ഫ്രഷ് മീനൊക്കെയാണ് ഞാൻ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ വരയിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് മസാലയൊക്കെ അകത്തോട്ട് കയറിപ്പോവും. കുറച്ച് ഇത്തിരി മോശം വന്ന മീനൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള മീനാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് അകലം പാലിച്ചിട്ട് വേണം ഈ വരയിട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ എന്തോ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇറച്ചിയൊക്കെ ഇങ്ങനെ കഴുകുന്ന കൂട്ടത്തിൽ എല്ലാം കൂടെ പുറത്തോട്ട് പോവേ. ഞങ്ങളുടെ ഫാമിലി അടക്കം എല്ലാവരും പനിയും ചുമയൊക്കെയാണ് കേട്ടോ. എന്തുവാന്ന് അറിഞ്ഞൂടാ, ക്ലൈമറ്റ് മാറിയിട്ടുണ്ടാന്ന് തോന്നുന്നു. എന്നിട്ട് നമ്മൾ ഈ കറി വെക്കാനാണെങ്കിൽ ഞാൻ ചാള എന്തോ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പൊക്കെ തേച്ച് നല്ലതായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് നുറുക്കി കൊടുക്കും കേട്ടോ. ചിലപ്പോൾ രണ്ടായിട്ട് നുറുക്കും, അത് ചാളയുടെ വലിപ്പം പോലെ ഇരിക്കും കേട്ടോ. ഒത്തിരി വലിയ ചാളയൊക്കെ ആണെങ്കിൽ ഞാനൊരു 2-3-4 കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കും കേട്ടോ. ഒത്തിരി അങ്ങ് വലുതായിട്ട് കിടന്നു കഴിഞ്ഞാൽ അതിനകത്തേക്ക് മസാലയൊന്നും കയറത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ മുറിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതേ പരിഞ്ഞീൻ്റെ മണ്ടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ കറുത്ത ഒരു പോള പോലെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അതും കറക്റ്റായിട്ട് എടുത്ത് കളയണേ, അല്ലെങ്കിൽ എന്തോ പറ്റുമെന്ന് വെച്ചാൽ കഴിക്കാൻ ചാൻസ് ഉണ്ട് ഈ പരിഞ്ഞിൽ. അപ്പോൾ പരിഞ്ഞിൽ വലിയ കാര്യത്തിൻ്റെ അടുത്ത് വറക്കുമ്പോൾ എല്ലാ കുഞ്ഞു മക്കളൊക്കെയാണ് മീൻ നന്നാക്കാൻ പഠിക്കുന്നതെങ്കിൽ അവർ ഈ പരിഞ്ഞിലിൻ്റെ മണ്ടയ്ക്കുള്ള ആ കറുത്ത ആ പാളയുണ്ടല്ലോ അതിങ്ങനെ കൈ കൊണ്ട് പൊട്ടിച്ച് കളയാവുന്നേ ഉള്ളൂ. അതൊക്കെ എടുത്ത് കളയണം കേട്ടോ. പിന്നെ 2 പാത്രമൊക്കെ എടുത്ത് വെക്കണം. ഞാനിവിടെ പാത്രം എടുത്തു കഴിഞ്ഞാൽ പിന്നെ പാത്രത്തിൽ ചാളയുടെ മണം ആവൂലേന്ന് വിചാരിച്ച് കവറിൽ തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. 2 പാത്രം എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ വെള്ളം മാറ്റി കൊടുക്കുമ്പോഴേക്കും ഈസിയാണ് കേട്ടോ. വെള്ളം എടുത്ത് വെക്കണം, അതുപോലെ തന്നെ വെള്ളം എടുത്ത് വെക്കണം. അതുപോലെ എന്താ പറയുക, ഒരു പാത്രം എടുത്ത് വെക്കണം, കത്രിക, കത്തി, അതുപോലെ കുറച്ച് ഉപ്പും കൂടി എടുത്ത് വെക്കണം കേട്ടോ. വിനാഗിരി ഇട്ട് ചിലർ കഴുകും, അതുപോലെ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കഴുകും കേട്ടോ. പിന്നെ ഈ ചാള നന്നാക്കിയാൽ ഭയങ്കര സ്മെല്ലായിരിക്കും. എനിക്കിനി പോയി കുളിച്ചിട്ട് വേണം കേട്ടോ. അപ്പോൾ ഈ സ്മെല്ല് കളയാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ എൻ്റെ ഫ്രിഡ്ജിലൊക്കെ ഉണങ്ങി കിടക്കുന്നുണ്ടാവും നാരങ്ങ, അതൊന്ന് വട്ടം മുറിച്ചിട്ട് കയ്യിലിട്ടത് തിരുമും. അതും അല്ലെങ്കിൽ തുളസി ഉണ്ടല്ലോ, അത് 4-5 പറിച്ചിട്ടിട്ട് കയ്യിലിട്ട് ഇങ്ങനെ അങ്ങ് പിഴിഞ്ഞിതാക്കും കേട്ടോ. അപ്പോൾ ഒരു സ്മെല്ല് മാറി കിട്ടാറുണ്ട്. അതല്ലെങ്കിൽ കുട്ടികളെ വെള്ളം തിളപ്പിച്ച് കുളിക്കുന്ന ഒരു കട്ടിയുള്ള ഒരു ഇലയുണ്ടല്ലോ, പനിക്കൂർക്കയുടെ ഇലയല്ലേ, അത് വെച്ചിട്ട് തിരുമ്മിയാലും ഈ ഒരു മണം മാറി കിട്ടുവേ. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. ചാള ഞാൻ 1 കിലോ ആണ് നന്നാക്കി മേടിച്ചത് കേട്ടോ. നന്നാക്കിയല്ല, ഞാൻ വാങ്ങിച്ചത് 1 കിലോ ആണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട്. മീൻമുട്ടയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്തേട്ട് ഞാനിനി ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്.
ഈ ചാള വറക്കാൻ നേരത്തുണ്ട് കേട്ടോ. ഞാൻ ഇത്തവണ കറി വെക്കാൻ എടുത്തില്ല, ഞാൻ വറക്കാൻ വേണ്ടി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പച്ചക്കുരുമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ പച്ചക്കുരുമുളക് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ കയ്യിൽ പച്ചക്കുരുമുളകൊന്നും ഇല്ല. ഞങ്ങളുടെ നാട്ടിലായിരുന്ന സമയത്ത് വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് വഴി അറിയിക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.